ലോക ചരിത്രത്തെയും പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെയും പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചുകൊണ്ട് US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആ ഒരു മഹായുദ്ധം 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച് ജൂൺ ആദ്യവാരത്തോടെ 100 ദിവസം പൂർത്തിയാക്കിയ ഈ സൈനിക സംഘർഷം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രവചനാതീതമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ 100 ദിവസത്തെ കനത്ത പോരാട്ടത്തെക്കുറിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കറും ചീഫ് നെഗോഷിയേറ്ററുമായിട്ടുള്ള മുഹമ്മദ് ബഗർ ഗാലിബാഫ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുന്നത്. അക്രമകാരികളായ ചെന്നായ്ക്കളുടെ താടിയെല്ലുകളിൽ നിന്ന് ഇറാന്റെ ജീവരക്തത്തെ മോചിപ്പിച്ച ദേശീയ ജിഹാദ് എന്നാണ് അദ്ദേഹം ഈ ഒരു 100 ദിവസത്തെ പോരാട്ടത്തെ വിശേഷിപ്പിച്ചത്. ഗാലിബാഫിന്റെ ഈ വാക്കുകൾ കേവലം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭീകരമായ യുദ്ധവ്യവസ്ഥയുടെയും ഇറാൻ ജനത നേരിടുന്ന സങ്കീർണമായ പ്രതിസന്ധികളുടെയും ഒരു റിയാലിറ്റി കൂടിയാണ് കാണിക്കുന്നത്. ആധുനിക ചരിത്രത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള രാഷ്ട്രീയത്തെയും തകിടം മറിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം അതിന്റെ 100ാം ദിവസവും ഒരു വഴിത്തിരിവില്ലാതെ തുടരുകയാണ്. എന്താണ് ഈ 100 ദിവസത്തിനിടയിൽ അവിടെ സംഭവിച്ചത് എന്ന് നോക്കാം. ഈ 100 ദിവസത്തെ യുദ്ധത്തിന്റെ തുടക്കം തന്നെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിലേക്ക് നയിച്ച പ്രാരംഭ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും തകർക്കുമെന്നാണ് US-ഇസ്രായേൽ സഖ്യം ശക്തമായിട്ട് കണക്ക് കൂട്ടിയിരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇത്തരം അപ്രതീക്ഷിത ഭരണ നേതൃത്വ ശൂന്യതകൾ രാജ്യങ്ങളെ ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും പൂർണ്ണമായ തകർച്ചയിലേക്കും നയിക്കാറുണ്ട്. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറാഖിലും ലിബിയയിലും ഉണ്ടായ കടുത്ത ഭരണമാറ്റങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഈ കണക്ക് കൂട്ടലുകൾ പൂർണ്ണമായും തെറ്റുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. രാജ്യത്തിന്റെ തലപ്പത്തുണ്ടായ വലിയ ആഘാതത്തെ അതിജീവിച്ച് ഇറാന്റെ ഭരണ സംവിധാനവും സൈന്യവും ഇപ്പോഴും രാജ്യത്തിന്മേൽ പൂർണ്ണമായ നിയന്ത്രണം നിലനിർത്തുന്നുണ്ട്. ഇത് ഗാലിബാഫ് സൂചിപ്പിക്കുന്നത് പോലെ ഇറാൻ ജനതയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശത്രുപക്ഷത്തെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒന്നായിട്ട് മാറി. ഇറാൻ ശക്തമായി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഈ യുദ്ധം മനുഷ്യരാശിക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ വളരെ ഭീകരമാണ്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതിനകം ജീവൻ നഷ്ടപ്പെട്ടത്. യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ലെബനനിൽ 3593-ലധികം ആളുകളും ഇറാനിൽ 3468-ലധികം ആളുകളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ 29ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പരിക്കേറ്റവരുടെ എണ്ണം 26,500 കടന്നിരിക്കുകയാണ്. മറുവശത്ത് ഇറാന്റെ അതിശക്തമായ പ്രത്യാക്രമണങ്ങളിൽ 26 ഇസ്രായേലികളും 13 US സൈനികരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 8-ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ കരാർ അഥവാ ആ ഒരു ടെനുവസ് സീസ് ഫയർ നിലവിലുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്കും മിസൈൽ വർഷങ്ങൾക്കും ഇപ്പോഴും യാതൊരു കുറവുമില്ല. ഇത് നിലവിലെ സമാധാന ശ്രമങ്ങളുടെ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു യുദ്ധം കേവലം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ലോകത്തിലെ ഓരോ സാധാരണക്കാരന്റെയും അടുക്കളയെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ രൂപപ്പെട്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയാണ് അതിന് പ്രധാന കാരണം. ലോകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാത യുദ്ധത്തെ തുടർന്ന് ഏതാണ്ട് പൂർണ്ണമായി നിശ്ചലമായ അവസ്ഥയിലാണ്. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം 100ഓളം വാണിജ്യ കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ വഴിയിലൂടെ ഇപ്പോൾ ദിവസേന ശരാശരി 7-ൽ താഴെ, ചില റിപ്പോർട്ടുകൾ പ്രകാരം വെറും 3 കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. മെയ് മാസത്തിന്റെ അവസാന വാരത്തിലെയും ജൂൺ ആദ്യ വാരത്തിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. കപ്പലുകൾ കൂട്ടത്തോടെ കടലിൽ കുടുങ്ങിക്കിടക്കുന്നതും ഒപ്പം ഏപ്രിൽ പകുതിയോടെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധവും കടൽ മാർഗമുള്ള ആഗോള വ്യാപാരത്തെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. US ക്രൂഡ് ഓയിൽ വില 37% വർദ്ധിച്ച് ഇപ്പോൾ $90 പരിധിയിലാണ് വ്യാപാരം നടക്കുന്നത്. ഹോർമസ് കടലിടുക്കിലെ ഈ തടസ്സം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ഇന്ധന കരുതൽ ശേഖരത്തെ വളരെ വേഗത്തിലാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലുണ്ടായ എണ്ണ പ്രതിസന്ധികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ലോകത്തെ മുൻനിര വൻശക്തി സമ്പദ് വ്യവസ്ഥകൾക്ക് പോലും ഈ ഒരു കടുത്ത ഓയിൽ ക്ഷാമം താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. വികസ്വര രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരുന്നതിനും നിത്യോപയോഗ സാധനങ്ങളുടെ കടുത്ത വിലക്കയറ്റത്തിനും ഇത് കാരണമായിട്ടുണ്ട്. ഒരു വലിയ അണക്കെട്ടിലെ ഒരു ഡാമിലെ ജലപ്രവാഹം പെട്ടെന്ന് തടസ്സപ്പെട്ടാൽ അത് താഴ്വരകളിലെ കൃഷിയെയും സാധാരണ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമോ അതുപോലെയാണ് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്തംഭനം ആഗോള വിപണിയിൽ വൻ ആഘാതം സൃഷ്ടിക്കുന്നത്. ഈ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ലോകം കടുത്ത ഒരു ഗ്ലോബൽ എനർജി ക്രൈസിസിലേക്ക് നീങ്ങുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. റൈസ്റ്റാഡ് എനർജിയുടെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ പുനഃസ്ഥാപിക്കാൻ മാത്രം ഏകദേശം $58 ബില്യൺ ചിലവ് വരും.
ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചകളിൽ പലപ്പോഴും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയുമെന്ന US-ഇസ്രായേൽ സഖ്യത്തിന്റെ അമിതമായ വിശ്വാസമായിരുന്നു അതിലൊന്ന്. എന്നാൽ പതിറ്റാണ്ടുകളായിട്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ നേരിട്ട് വലിയ പരിചയമുള്ള ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും സൈനിക വ്യൂഹവും ഇത്തരമൊരു നീണ്ട പോരാട്ടത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളതായിരുന്നുവെന്ന് ഇന്ന് ഈ ഒരു 100 ദിവസങ്ങൾ തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ ശക്തമായ പാശ്ചാത്യ സഖ്യത്തിന് മുന്നിൽ ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്ന കണക്കുകൂട്ടലുകളും പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് മുന്നോട്ട് വരുന്നതും മേഖലയിലെ മറ്റു ചില വലിയ ശക്തികളുടെ പരോക്ഷ പിന്തുണയും ഇറാന് നയതന്ത്രപരമായ വലിയ കരുത്ത് നൽകുന്നുണ്ട്. ഗാലിബാഫ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരേ സമയം യുദ്ധവും ചെയ്യും, ആവശ്യമായ സമയത്ത് നയതന്ത്ര ചർച്ചകളും നടത്തും. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ശത്രുതയുടെയും ആധിപത്യത്തിനുമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും തുടർച്ച തന്നെയാണ് ഈ ഒരു യുദ്ധം. എന്നാൽ മുൻകാല യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്യാധുനിക ഡ്രോണുകളും കനത്ത സൈബർ ആക്രമണങ്ങളും ആഗോള സാമ്പത്തിക ഉപരോധങ്ങളും ഒരേ സമയം ഉപയോഗിക്കുന്ന ഒരു ഹൈബ്രിഡ് വാർഫെയർ ആണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൈനിക തലത്തിൽ അല്ലെങ്കിൽ സൈനിക ബലത്തിൽ എത്ര മുന്നിൽ നിൽക്കുന്ന വൻശക്തി രാജ്യങ്ങൾക്ക് പോലും ജനങ്ങളുടെ പ്രതിരോധ വീര്യത്തെയും ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളെയും അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയില്ല എന്ന വലിയൊരു പാഠമാണ് ഈ 100 ദിവസത്തെ സമഗ്ര പോരാട്ടം ലോകത്തിന് നൽകുന്നത്. ഗ്രീൻ പീസ് റിപ്പോർട്ടുകൾ പ്രകാരം കോടിക്കണക്കിന് ടൺ കാർബൺ മലിനീകരണത്തിനും ഈ ഒരു യുദ്ധം കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കീർണമായ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് കേവലം സൈനികമായ ഒരു പരിഹാരം സാധ്യമാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ 100 ദിവസത്തെ ക്രൂരമായ രക്തച്ചൊരിച്ചിലും സാമ്പത്തിക തകർച്ചയും തെളിയിക്കുന്നത് യുദ്ധം ഇരുപക്ഷത്തിനും ഒരുപോലെ കനത്ത നാശനഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നാണ്. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഭരണാധികാരികൾ ഓർക്കേണ്ടത് ഒന്ന് മാത്രം: അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് അതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളും ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുമാണ്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും പരസ്പര ബഹുമാനത്തോടെയുമുള്ള വിട്ടുവീഴ്ചകളിലൂടെയും മാത്രമേ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് വീണ്ടും സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനും ലോകത്തിന് അതിന്റെ സമാധാനം വീണ്ടെടുക്കാനും സാധിക്കൂ. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായിട്ട് ഇടപെട്ട് ഈ ഒരു യുദ്ധത്തിന് അടിയന്തരമായിട്ട് അറുതി വരുത്തിയില്ല എങ്കിൽ അത് വരാനിരിക്കുന്ന ഇതിലും വലിയൊരു ആഗോള ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.